നബിയെ സ്നേഹിക്കേണ്ടത് ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെയാകുമ്പോൾ നബി പറയാത്തൊരു കാര്യം നമ്മൾ പറയരുത്, അല്ലെങ്കിൽ പറയാൻ അനുവദിക്കാത്തൊരു കാര്യം ദീന്റെ കാര്യത്തിൽ പറയാൻ പാടില്ല. നബി ചെയ്യാത്ത ഒരു കാര്യം ദീനായി ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത, വെറുക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ പാടില്ല. അങ്ങനെ വിദ്അത്തിൽ നിന്നും നബിയുടെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. അതുകൊണ്ട് തന്നെ നബിയുടെ ഇഷ്ടത്തിനെതിരായ, നബിയുടെ സുന്നത്തിനെതിരായ കാര്യങ്ങൾ സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ സൂറത്തു ഖസസിലെ 50-ാമത്തെ വചനത്തിൽ ചോദിച്ചു, അമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവ, സ്വന്തം താൽപര്യത്തെ പിൻപറ്റിയവനേക്കാൾ പിഴച്ചവനാരാണ്? ബിഗൈരി ഹുദം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനമില്ലാതെ. അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇത് രണ്ടും ഇല്ലാതെ, അത് രണ്ടിനെയും സ്വീകരിക്കാതെ സ്വന്തം താൽപര്യത്തെ പിൻപറ്റിയവൻ, അവനവന്റെ താൽപര്യത്തിന് പിന്നാലെ പോവുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തൊരു ഭാഗത്തുണ്ടായിരിക്കെ അത് വിട്ട് അപ്പുറം പോകുന്നവർ ഇച്ഛയെ പിൻപറ്റുന്നവരാണ്, വിദഅത്തിന്റെയും ശിർക്കിന്റെയും പിന്നാലെ പോകുന്നവർ. നബിയുടെ സുന്നത്തിനെ സ്വീകരിക്കാതെ അതിനെ തിരസ്കരിച്ചുകൊണ്ട്, അതിനെ അവഗണിച്ചുകൊണ്ട് സ്വന്തം താൽപര്യങ്ങളുടെ പിന്നാലെ പോകുന്നവർ, വീഴ്ച വരുത്തുന്നവർ, അവരും ഇച്ഛയെ പിൻപറ്റുന്നവരാണ്. അങ്ങനെ ആകുന്നതിനെ ഏറ്റവും പിഴച്ചവനായി അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിൽ പറയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു, ഇതാകുന്നു എന്റെ ചൊവ്വായ മാർഗം. നബി പറയാണ്, ഞാനീ ജീവിക്കുന്നതാണ് എന്റെ ചൊവ്വായ പാത, നിങ്ങൾ അതിനെയാണ് പിൻപറ്റേണ്ടത്. എന്റെ ചര്യയെ, എന്റെ വഴിയെ, എന്റെ മാർഗത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. കാരണം അതാണ് മുസ്തഖീമായ പാത. നമ്മൾ നമസ്കാരത്തിൽ ചോദിക്കുന്ന എന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാതയിൽ ചേർക്കണമേ. ആ ചൊവ്വായ പാത ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിച്ചു തന്ന പാതയാണ്. അതുകൊണ്ട് ആ പാതയെ പിൻപറ്റണം. എന്നാൽ നബിയുടെ പാത സ്വീകരിക്കാതെ വേറെ പാതയിലേക്ക്, വേറെ വഴികളിലേക്ക്, വേറെ ഇസങ്ങളിലേക്ക്, വേറെ ത്വരീഖത്തുകളിലേക്ക് പോയാൽ അതെന്താവും? വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും, എന്റെ മാർഗം വിട്ട് നിങ്ങൾ വേറെ വഴികളിലേക്ക് ഭിന്നിച്ചു പോയാൽ അതിനെ നിങ്ങൾ പിൻപറ്റരുത്. അങ്ങനെ പോയാൽ നിങ്ങളിൽ അത് ഛിദ്രതയുണ്ടാക്കും, നിങ്ങൾ ഭിന്നിച്ചു പോകും, എന്റെ മാർഗത്തിൽ നിങ്ങൾ ചെതറിപ്പോകും, വേറിട്ടു പോകും. ഇന്നിപ്പോ അതല്ലേ സംഭവിക്കുന്നത്? മുസ്ലിങ്ങളിൽ ഉണ്ടാകുന്ന പിഴവുകൾ പരിശോധിച്ചാൽ എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിന് പകരം നബിയുടെ മാർഗത്തെ വിട്ട്, നബി പഠിപ്പിച്ച, പറഞ്ഞ, കൽപ്പിച്ച മാർഗം വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ശിർക്കിലേക്കും വിദ്അത്തിലേക്കും, നബിയുടെ സുന്നത്ത് പിൻപറ്റുന്നതിന് പകരം നബിയുടെ ധിക്കരിക്കുക, നബിയുടെ സുന്നത്തിനെതിരായി പ്രവർത്തിക്കുക എന്ന വഴികളിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ പല കക്ഷികളായി, പല ഗ്രൂപ്പുകളായി, പല പാർട്ടികളായി, പല ഇസങ്ങളിലായി, പല വഴിയിലേക്ക് ചെതറിപ്പോയി. നബിയുടെ മുസ്തഖീമായ ചൊവ്വായ പാത അവിടെ ഉണ്ട്, എന്നാൽ സൈഡിൽ കാണുന്ന വഴികളിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. ഇത് ഖുർആൻ സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ വചനത്തിൽ ശക്തമായി താക്കീത് ചെയ്തിട്ടുള്ള വിഷയമാണ്. അപ്പോ ഈ മധ്യമ നിലപാട് സ്വീകരിച്ച ഉത്തമ സമൂഹം, വസതൻ എന്ന് ഖുർആൻ പറഞ്ഞ ആ മധ്യമ നിലപാടുകാരുടെ, ഇടനില സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുള്ള യഥാർത്ഥ ആളുകൾ. ആ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്.